തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ വിമതരെയും അപരന്മാരെയും പിന്തിരിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. നാളെയോടെ മത്സരത്തിന്റെ അന്തിമ ചിത്രം തെളിയും. 2261 നോമിനേഷനുകളാണ് ഇന്നലെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. വിമത സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ അവർ കോൺഗ്രസിൽ നിന്ന് പുറത്താകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. വിമതരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചെടുക്കുമെന്ന പ്രതീക്ഷ വേണ്ടെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അതോടൊപ്പം തന്നെ വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന്, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് എന്നിവർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി മത്സരചിത്രം പൂർത്തിയാകും. ഈ രാഷ്ട്രീയ പാർട്ടികൾ അവസാനവട്ട അവരുടെ ശ്രമം വിമതരെ ഒഴിവാക്കാനും അവരെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാനും ഒക്കെയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? സമീപകാലങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വിമത ശല്യം ഇന്ന് മുഖ്യ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നേരിടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4 വിമതർ CPM-നും 3 വിമതർ കോൺഗ്രസിനും അലട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാവ്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അവസാനഘട്ട താക്കീത് നൽകി കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് വിമതന്മാർക്ക് സമയം. അതിനു മുൻപ് തന്നെ ഈ വിമതർ തങ്ങളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല എങ്കിൽ അവർ ഇനി കോൺഗ്രസിൽ ഉണ്ടാകില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഈ പുറത്താക്കുന്നവരെ തിരിച്ചെടുക്കുന്ന സാധാരണ ഒരു വിചാരമുണ്ട്. എത്രയായാലും ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ള അവസാന താക്കീതാണ് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. CPM നേതൃത്വം CPM വിമതന്മാരെ നേരത്തെ തന്നെ 3 പേരെ CPM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാലും അവസാനഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് ചെറിയ വോട്ടുകൾക്കെല്ലാം വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിമതന്മാരുടെ ശല്യം CPM-നും LDF-നും വലിയ തലവേദന തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവസാനഘട്ടമായി അവരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM നടത്തുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന് BJP-ക്ക് വിമതന്മാർ പ്രത്യക്ഷമായില്ല. പക്ഷേ മത്സരത്തിന് താല്പര്യപ്പെട്ട് വരികയും അവസാനം മത്സരിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരാളുണ്ട്. ഒപ്പം ആത്മഹത്യക്ക് ശ്രമിച്ച മറ്റൊരാളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം BJP-ക്കും തലവേദന തന്നെയാണ്. ഏതായാലും അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് അവസാന ചിത്രം നാളെ 3 മണിയോടുകൂടി ലഭ്യമാകും. നിലവിൽ 98,000-ലധികം സ്ഥാനാർത്ഥികളാണുള്ളത്. 1,40,000-ലധികം നോമിനേഷനുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇന്നലെ 2200-ലധികം നോമിനേഷനുകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ബാക്കി എല്ലാ നോമിനേഷനുകളും അംഗീകരിച്ചു കഴിഞ്ഞു. എന്തായാലും നാളെ 3 മണിക്ക് മുൻപ് സ്വാഭാവികമായി ഡമ്മി സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ പിൻവലിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി ഈ നോമിനേഷന്റെ എണ്ണം കുറയും, സ്ഥാനാർത്ഥികളുടെ എണ്ണവും കുറയും. പക്ഷേ വിമതന്മാരെ പിൻവലിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അല്ലെങ്കിൽ ഇന്ന് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കങ്ങളും അത് തന്നെയായിരിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്. സ്വാഭാവികമായി കൂടുതൽ വോട്ടർമാർ വീട്ടിലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തിരക്കിലാണ്. സ്ഥാനാർത്ഥികൾ അവസാന ഘട്ടം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി വീടുകളിൽ കയറി വോട്ട് തേടുന്ന തിരക്കിലാണ് ഈ സ്ഥിരം അല്ലെങ്കിൽ വിമതന്മാരല്ലാത്ത സ്ഥാനാർത്ഥികൾ ഇന്ന് ശ്രദ്ധയൂന്നിരിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.